കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആ പാതാളാഞ്ജന ശിലയിൽ ഏതൊക്കെ രൂപത്തിലാണ്, ഏതൊക്കെ ഭാവത്തിലാണ്, ആ ഉണ്ണിക്കണ്ണനാണോ കണ്ണനാണോ എന്ന് ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിക്കുക. ഭക്തരിൽ ദാസനായിട്ടുള്ള ഉണ്ണിയല്ലേ, അപ്പോൾ അവിടെയൊക്കെ ആ ഉണ്ണിയുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ സതീർത്ഥ്യനായ ആ കുചേലൻ്റെ ഒക്കെ ഒന്ന് കണ്ടിട്ട്, ആ ശില്പമൊക്കെ ഒന്ന് കണ്ട് നേരെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ ആനന്ദശയനവും കണ്ട് തൊഴുത് അങ്ങനെ നേരെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ നേരെ നമ്മൾ കൊടിമരും അതേപോലെ വലിയ ബലിക്കല്ലും ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ആ ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. അത് കണ്ട് തൊഴുത് നമ്മൾ വലതേ സൈഡിൽ നാരായണീയം എഴുതാനിരിക്കുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ചെറിയൊരു ഉണ്ണീനെയാണ് കാണാനുള്ളത്. ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരിക്കുകയാണ്. ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉണ്ണിയാട്ടോ. 6 മാസം 1 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, അത്രയാണ്. 1 വയസ്സൊക്കെ ആയ കുട്ടികൾ ഇരിക്കുമെന്ന് അറിയില്ലേ, അതേമാതിരി ആ ഇടത്തെ കാലിങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട്. വലത്തെ കാലൊന്നിങ്ങനെ ഒന്ന് കുന്തിച്ച് ഇങ്ങനെ ഇരിക്കണ പോലെ. അങ്ങനെ നല്ലൊരു ഇരുത്തല്ല. ഇന്നലെ ഇപ്പോൾ ചമ്രം പടിഞ്ഞിരിക്കുന്നു, ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ ആ ഇടത്തെ കാലം ഒന്നങ്ങോട്ട് നീട്ടി വെച്ചു, വലത്തെ കാലം ഒന്നിങ്ങനെ പതുക്കെ ഒന്ന് കുനിച്ച് വെച്ചിട്ടുണ്ട്, കുന്തിച്ചിരിക്കുന്ന പോലെ. എന്നിട്ട് നോക്കുമ്പോൾ അരയിൽ പട്ടുകോണകം കാണാനുണ്ട്, ചെറിയൊരു പട്ടുകോണകം. അതേപോലെ ചെറിയൊരു അരമണി കിങ്ങിണിയൊക്കെ കാണാനുണ്ട്. ചെറിയ ഉണ്ണിയാണേ, നമുക്ക് അങ്ങനെ കൈ വാരി എടുക്കാൻ തോന്നുന്ന ഉണ്ണിയാണ്. പിന്നെ നോക്കുമ്പോൾ ആ കുമ്പയൊക്കെ വീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ചെറിയൊരു മണിമാലയാണ് മാർത്തി ചാർത്തിയിട്ടുള്ളത്. പിന്നെ ഒരു വണയം പോലത്തെ മാല. അതേപോലെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ 2 കാതുകളിൽ ചെറുതായിട്ട് 2 ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ വലത്തെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. വലത്തെ കയ്യിലും കുഞ്ഞൊരു വെണ്ണൂർല. അതേപോലെ തന്നെ ഇടത്തെ കയ്യിൽ ചെറിയൊരു ഓടക്കുഴലും. ചെറിയ കുഞ്ഞികൃഷ്ണനാണേന് ഒക്കെ കുഞ്ഞിതാ, അപ്പോൾ പിന്നെ വലുതൊന്നല്ല. അങ്ങനെ നോക്കുമ്പോൾ പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, 3 പീലി ചാർത്തിയിട്ടുണ്ട്. കിരീടമൊന്നുമില്ല. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 തിരുമുടിമാല ഉണ്ട്. തിരുമുടിമാല എന്താ വെച്ചാൽ വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ 2 പിന്നെ ഉണ്ടമാലയുണ്ട്. ഉണ്ടമാലയും ചെറുത് തന്നെ കേട്ടോ. ഒക്കെ അന്ന് ചെറിയൊരു ഉണ്ണി തന്നെയാണ്. ചെറിയ ഉണ്ണിക്ക് ഒത്ത മാലകളൊക്കെയാണ്. ഒന്ന് താമരപ്പൂവിൻ്റെ മാല ഉണ്ട്, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതുണ്ട്. അങ്ങനെ 2 മാലയും 2 തിരുമുടിമാലയും അണിഞ്ഞിട്ട് ആ ചെറിയ കുഞ്ഞി കൃഷ്ണൻ വലത്തെ കയ്യിൽ വെണ്ണൂറിൽ, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഉണ്ണിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എല്ലാവരും നന്നായിട്ട് ആ ഉണ്ണീനെ പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ആ ഉണ്ണിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ നടക്കും നന്നായിട്ട്. കാരണം നമ്മൾ നടയിൽ പോയിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും അതേപോലെ തന്നെ ചുവരിൻ്റെ മുകളിലുള്ള അല്ലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ഇന്ന് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. മുഖത്തൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. ആ കൊമ്പ് തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് കളഭം ചാർത്തിയിട്ടുണ്ട്. പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു കദളിപ്പഴം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മഞ്ഞപ്പട്ട് വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം
അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ കോർണറിലെത്തിയാൽ ഗണേശനെ കണ്ട് ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് നേരെ മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ ഗജേന്ദ്രമോക്ഷവും അതേപോലെ വാമനാവതാരവും കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. പത്മനാഭസ്വാമിയുടെ അവിടെ താമരമാലകളുണ്ട്, മുകളിൽ വിധാനമായിട്ട് തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക, സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ ആ ഭീഷ്മരെയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും അങ്ങനെ ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. ശ്രീകൃഷ്ണനൊക്കെ അന്ന് മാലകളുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ മുരുകനെ കാണാം. മുരുകൻ്റെ അടുത്ത് വരുമ്പോൾ ഭസ്മം കൊണ്ട് അഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഇന്നിപ്പോൾ കുറച്ച് കുങ്കുമം മാത്രമേ കാണാറുള്ളൂ. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാഗ്ബടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വരിക, അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ആ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് ആ കൊടിമരം നോക്കി തൊഴാം. പിന്നീട് മണിക്കിണറും അതേപോലെ ഭഗവാന്റെ ആ നൃത്തറി കെടാവിളക്കൊക്കെ അത് കത്തിക്കൊണ്ടിരിക്കണം. അതൊക്കെ കണ്ട് അടുത്ത ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറൂരമ്മി, നാരദരി, മേൽപ്പത്തൂരിനെയും ഉണ്ണിയെ കൊണ്ടുപോകുന്ന ആ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിലെത്തി ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്തെത്തിയ അമ്മയെ കാണാം. ഗോളക തന്നെയാണ്. ഇപ്പോൾ ഒക്കെ ഈ നേരമൊക്കെ ആകുമ്പോൾ അലങ്കാരങ്ങൾ കാര്യമായിട്ട് ആയിട്ടുണ്ടാവില്ല. ചില ദിവസം ഉണ്ടാവും, ചില ദിവസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഒന്ന് പ്രദക്ഷിണം വന്ന് വീണ്ടും നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് ആ കുഞ്ഞി കൃഷ്ണനെ ഒന്നുകൂടി ശ്രീലകത്തേക്ക് നോക്കി കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലെത്തുമ്പോൾ അവിടെ ആ കിടാവിളക്ക് കത്തുണ്ടാവും, അത് കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ അയ്യപ്പസ്വാമിയെ കാണാം. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. വീണ്ടും നമ്മൾ പ്രദർശനം ചെയ്ത് പടിഞ്ഞാറ് നടയിലെത്തിയ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ ആ രുദ്രതീർത്ഥ കുളത്തെ പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ കയറിയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നേരെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് നേരെ തെക്കേ നടയിലെത്തിയിട്ട് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.